അനീഷിന്റെ കുറെ കഥകൾ ഇങ്ങനെ പുറത്ത് വരുന്നുണ്ടല്ലോ, ഡിവോഴ്സ് ആയി എന്നൊക്കെ, അങ്ങനെ എന്തെങ്കിലും അറിയോ? അവര് ഡൈവോഴ്സ് ആയിട്ട് അത് അവര് ജീവിത പ്ലാറ്റ്ഫോം അവരെ ബാക്ക്ഗ്രൗണ്ട് ഇപ്പൊ ഡൈവോഴ്സ് ആയിട്ട് ആളെ വൈഫിന്റെ വേറെ കല്യാണം കഴിഞ്ഞ് പോയി. ആളിപ്പോ ഒറ്റയ്ക്ക് അങ്ങനെ താമസിച്ചു പോകുന്നു. വർഷങ്ങളായിട്ട് ഒറ്റയ്ക്കാണോ? വർഷങ്ങളായിട്ട് ഒറ്റയ്ക്ക്. ആളിപ്പോ ഒറ്റപ്പെട്ട പോലെ ആയിട്ട് ഇപ്പൊ കഥ എഴുതലും 5 കൊല്ലം ലീവ് എടുത്തിട്ട് ബാങ്കിൽ നിന്ന് ലീവ് എടുത്തിട്ട് ആള് ഒതുങ്ങി കൂടി കഥകളും മറ്റുള്ളൊക്കെ എഴുതി നടക്കണിപ്പോൾ. ആള് ഒരു സൈലന്റ് മാനാണ്, ആർക്കും ദോഷം ചെയ്യാത്ത ദ്രോഹിക്കാത്ത ഒരു മനുഷ്യനാണ്. അപ്പൊ എത്ര വർഷമായിരിക്കും ഈ ഡിവോഴ്സ് ആയിട്ട്? ഡിവോഴ്സ് ആയിട്ട് ഇപ്പൊ 5-8 കൊല്ലമായി. അല്ലല്ല, അവരൊക്കെ അറേഞ്ച്മെന്റ് ആണ്, അറേഞ്ച്മെന്റ് മാരേജ്. അപ്പൊ എത്ര വർഷം അവർ ഒരുമിച്ച് ജീവിച്ചു? 1-2 അതിലും വിട്ട് പോയിട്ടില്ല. ഹായ് ഹലോ, ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് മനസ്സിലായോ? അതെ, നമ്മളുടെ ബിഗ് ബോസ് സീസൺ 7 വരെയുള്ള ദ ബെസ്റ്റ് കോമണർ ആയിട്ടുള്ള അനീഷിൻ്റെ കോടന്നൂരുള്ള വീടിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. നമുക്കിവിടെ അനീഷിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും അനീഷിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് തിരക്കി അന്വേഷിച്ചിട്ടൊക്കെ വരാം. ഇഷ്ടപ്പെട്ടില്ല കേട്ടോ മണി, മണി കൊന്നല്ല മണി.